അമ്മ ഓ ഇത് രാവിലെ തന്നെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണേ. ഓ കൊറേ ദിവസം കൊണ്ട് വിചാരിക്കണം ഒന്ന് എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. രാവിലെ അതങ്ങ് ചെയ്താല് ആ ജോലി അങ്ങ് തീരുമല്ലോ. അച്ഛൻ എവിടെ? രാവിലെ പാല് പിടിക്കാൻ പോയത് ഇവിടുന്ന്, പിന്നെ ഇങ്ങോട്ടാളെ കണ്ടിട്ടില്ല. അല്ല അമ്മയ്ക്ക് ഓഫീസിൽ പോകണ്ടേ? പിന്നെ പോകണ്ടേ? നിനക്ക് പോണ്ടേ? പിന്നെ പോണ്ടെന്നാ പോണം. നിന്റെ മുറി ക്ലീൻ ചെയ്യണ്ടേ? അത് 2 ദിവസം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമ്മ. അമ്മ സാമ്പാർ ഉണ്ടാക്കിയ പോരെ, അതാകുമ്പോഴത്തേക്ക് ഉച്ചത്തേക്ക് ഇങ്ങോട്ട് എടുക്കാലോ. ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. സാമ്പാറാ? നീയാ? അല്ല ഞാൻ ഉണ്ടാക്കില്ല, പക്ഷെ ആ പച്ചക്കറിയൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കാലോ. അങ്ങനെ എന്ന് പറയാൻ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലായൊന്നുമില്ല. ഞാൻ സാമ്പാർ ഉണ്ടാക്കില്ലേ ശരിയാവൂല ചേട്ടാ, ഒരു പൂർണ്ണത കിട്ടൂല, അതാണ്. സാമ്പാറോട്ടോ അവയില്ല, രസമാണോന്ന് ചോദിച്ചാ തേലിന്റെ മണവും. അതുതന്നെ ലച്ചുണ്ടാക്കണ പല സാധനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പല കറികൾക്ക് പല കറികളായിട്ടുള്ള രുചിസാമ്യമാണ് അല്ലേ? പക്ഷെ ചേച്ചി ഉണ്ടാക്കുന്ന കാന്താര രസം അതൊരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ സാധനം. ആ ട്യൂഷൻ മാസ്റ്റർ തപ്പെത്തി. നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടേ. പാറുവപ്പണീറ്റ് ഇപ്പം രാവിലെ എന്ന് എണീക്കുവോ? എണീക്കും, പക്ഷെ എന്നിട്ട് അതുപോലെ തന്നെ കിടന്ന് ഉറങ്ങും അവള്. അമ്മ ചായ ഉണ്ടമ്മ? ഞാൻ ഉണ്ടാക്കിണ്ട്. അപ്പൊ ചായയുടെയും കാപ്പിന്റെ ഇടയിൽ ഒരു സാധനം ചാപ്പി. അയ്യേ രാവിലെ തന്നെ വിളിച്ച തമാശയായിട്ട് വന്നേക്കാണ്. ലച്ചുണ്ടാക്കണെല്ലാം കഴിക്കുകയും ചെയ്യും, എന്നിട്ട് അതുപോലെ തന്നെ കുറ്റവും പറയും. ഞാനൊരു സാധാരണ മലയാളിയാണ്, അപ്പൊ എന്റെ വായിൽ നിന്ന് ഇങ്ങനെ പലതും പ്രതീക്ഷിക്കാം. സാധാരണ മലയാളി ഇപ്പോ പുസ്തകം തുറന്നു നോക്കാറില്ല, വേറെ പല കാര്യങ്ങളിലാണ് മലയാളിയുടെ ശ്രദ്ധ. അതെ 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 അതെ, വേറെ പല പല കാര്യങ്ങളിലാണ് ശ്രദ്ധ. അല്ല അതമ്മ നോട്ട് ചെയ്തല്ലേ? എടാ അമ്മ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യണ്ടടാ, എല്ലായിടത്തും കണ്ടെത്തുന്നുണ്ട്. അല്ലമ്മ അതെ, അത് ഞാനിങ്ങനെ 2-3 ദിവസമായിട്ട് അമ്മ പറഞ്ഞത് കറക്റ്റാണ്, വേറെ ചില ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക, അതുകൊണ്ട്. അത് ശരിയാണ് കേട്ടാ. അതുകൊണ്ട് കേശുവിന് അതിനായിട്ടുള്ള മാനസിക സമ്മർദ്ദമുണ്ട്. പക്ഷെ ഇത് കാരണം മാർക്ക് എങ്ങാനും വേറെ വരയ്ക്ക് പോയി കുറയുമെന്നാണ് എന്റെ പേടി. ഇനി പറഞ്ഞേ നൈസില് റൂട്ട് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിടാൻ നോക്കണ്ട. ഞാൻ ഉള്ളതന്നെ പറഞ്ഞത്. അതെ, ഇവിടെ എന്റെ മാർക്ക് കുറയണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടെന്ന് എനിക്കറിയാം. പോടാ ഷോണിക്കാതെ പോടാ. അതെ അതൊക്കെ വിട്. ഒരാൾ ഇന്നെന്ന് വരും, ഇന്ന് എപ്പോ വരും? എപ്പോ നിനക്ക് എന്താ പടം ഇറങ്ങും? പിന്നെ എപ്പോ വന്നാലും ഒന്നുമില്ല, ഇവിടെ അത് നോട്ട് ചെയ്യണ ഒരാളുണ്ട്. കുറെ ദിവസം കൊണ്ട് അച്ഛൻ ഇതും പറഞ്ഞ ഇവിടെ പ്രശ്നമാണ്, എപ്പോ അവിടെ എത്തുമെന്ന് അറിയാൻ പറ്റില്ല. യുദ്ധം ചെയ്യണം മൊത്തം എന്റെ അടുത്താ. ഞാൻ അടുക്കളയിൽ പോട്ടെ കേട്ടോ. ഞാനുണ്ട്. അമ്മ ഇന്ന് കുറച്ച് ക്ലയൻസിനെ കാണാൻ പോണം, കുറച്ച് യാത്രയുണ്ട് കേട്ടാ. അപ്പൊ ഇന്നും പാതിരാത്രി? നിനക്ക് എന്തുവാടാ പാതിരാത്രി രാവിലെ പാടാണ്? കുറെ നേരമല്ല ചൊറിഞ്ഞുകൊണ്ടിരിക്കണ്. ഞാൻ എപ്പോ വന്ന് നിനക്ക് എന്ത്? അച്ഛൻ ചോദിക്കട്ടെ, നീ ആരും ചോദിക്കുന്നു പോടാ. അമ്മ കേശുവേ, കേശു ഇനി എന്താ അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി എന്താന്ന്? എന്തടുത്ത പരിപാടി? അടുത്ത് നീ എന്താ ചെയ്യാൻ പോണെന്ന്? അടുത്തത് കുറച്ചു നേരം വേണമെങ്കിൽ ബുക്ക് എടുത്ത് പോയി വായിക്കണം. വേണമെങ്കിലേ? അല്ല വായിക്കാം. വേണമെങ്കിലല്ലേ? അല്ല വായിക്കാന്ന്. ഇവിടേക്ക് ഇതെനിക്ക് വേണ്ടതാണ്, അത് ചെയ്. എനിക്ക് ഓഫീസിൽ പോകേണ്ടത്. അമ്മയുടെ മോന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. നല്ല രീതിയിൽ പാളത്തിൽ പോകുന്ന ട്രെയിന് ചെറിയൊരു കാരണം മതി പാളം തെറ്റാൻ. സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലതാ, സൂക്ഷിച്ചില്ല നോക്കിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഈ പോയ മുടിയും ചേട്ടൻ മിക്കവാറും പാളം തെറ്റ്. മര്യാദക്ക് ഉടക്കി കുറച്ചില്ലെങ്കിൽ കളിക്കണ കേട്ടാ. അമ്മ പോയി തുടക്കടാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇതെന്തോന്ന് കാണിച്ചു വെച്ചേക്കണത്? എന്താ ഈ വെണ്ടയ്ക്കൻ തക്കളിയൊക്കെ അതിന്റെ ഒപ്പം ഇട്ടിട്ട് എന്തിനാണ് ലാസ്റ്റിൽ ഇടേണ്ടത്? സാമ്പാറിന് സാമ്പാറല്ലേ? സാമ്പാറല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് വെന്ത് കലങ്ങി പോകും കൊച്ചേ ഈ വെണ്ടയ്ക്ക. അമ്മ ചോറ് കൊണ്ടോണ്ടോ ഇല്ലയോ? കൊണ്ടുണ്ട്. ദോശമാവ് എന്ത് ഫ്രിഡ്ജിലുണ്ട്. ആ തക്കാളി വെണ്ടയ്ക്കൻ പറക്കി മാറ്റാതെ ചേട്ടാ പൊറുക്കി മാറ്റി. എത്തിയാ? ജംഗ്ഷനിലെ കംപ്ലീറ്റ് ആൾക്കാരോട് വർത്താനം പറഞ്ഞിട്ടാണോ വരുന്നത്? കുറെ നേരമായി പോയിട്ട്. ജംഗ്ഷനില്ല ചായക്കടന് മുമ്പേ മറ്റേ നിന്ന് ഒരേ രാഷ്ട്രീയം പറച്ചില്ലേ? ആര്? ശ്രീമാൻ ഭാസി. ഭാസ്യങ്ങൾ രാഷ്ട്രീയം പറയണോ? അവനങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഏത് രാഷ്ട്രീയക്കാർ ജയിക്കുമോ, ആര് രാഷ്ട്രീയക്കാരെ കൊണ്ട് നക്കാൻ പച്ച കിട്ടുമോ ആ രാഷ്ട്രീയമാണ് അവൻ്റെ രാഷ്ട്രീയം. പിന്നെ ഞാൻ 10 കൊടുത്ത് കൂട്ടത്തില് ഞാൻ ചേട്ടാ പൈസ പറഞ്ഞാ 30,000 രൂപ ചോദിച്ചപ്പോഴേ കണ്ണ് കാണിക്കും പൊയ്ക്കോളാം വിട്ടോളാം. അച്ഛൻ കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ അമ്മ പത്രത്തിൽ പരസ്യം കൊടുത്തന്നെ. അച്ഛനെ കാണാനില്ല. ഞാനും പരസ്യം കൊടുക്കണുണ്ട്. എന്റെ മൂത്ത പുത്രനാ കാണാനില്ല എന്ന് പറഞ്ഞോണ്ട്. എന്തിന്? നീ ഇന്നലെ എത്ര മണിയാടാ വന്നപ്പോ? അപ്പൊ അതാണ് വിഷയം. അതിന്റെ വിഷയം. അമ്മ പറഞ്ഞമ്മ എന്ത്? അമ്മ ഞാൻ ലേറ്റ് ആവണ കാര്യം പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല അമ്മ എടുത്ത്. അമ്മയ്ക്ക് അറിയാലോ, പറഞ്ഞു കൊടുക്കും. അതെന്ത് പറയാൻ? അതെപ്പോഴും പറയണല്ലേ പറയണേ.
എടാ അച്ഛന് ഭയങ്കര ടെൻഷനാടാ നീ ലേറ്റ് ആവണോണ്ട്, നീ വഴിതെറ്റി പോകുന്ന പേടി. അയ്യോ, ഞാൻ വഴിയേറ്റി പോകുന്നില്ല. ഏത് പാതിരാത്രിയിലും എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലോട്ടുള്ള വഴി അറിയാം. ഡോണ്ട് വറി. ഓക്കെ മക്കളെ വിഷ്ണു കളിക്കല്ലേ കൂടല്ലേ? ആ ചേട്ടനായിട്ട് ഭയങ്കര കോമഡി അല്ലേ ചേച്ചി? അതെ അതെ, ഹ്യൂമൻ സെൻസ് കൂടി കൂടി വരുന്നുണ്ട്. ഡേ നീ രാത്രി എവിടെയാണ് തമ്പടിക്കണേ? പറയടാ. ഞാൻ ഈ പണിയെല്ലാം കഴിഞ്ഞ് വർഷമായിട്ട് നിന്റെ അടുത്ത് വന്നിരിക്കാം. നിന്റെ ജോലി കഴിഞ്ഞതിന്റെ കൂടെ ആയിക്കടാ. ഇത് ഒരുമിച്ച് വരാടാ. ഒരുമിച്ച് വരാം. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. എന്തോന്നാ അച്ഛൻ ചുമ്മാ ഓവറാക്കല്ലേ? ഞാൻ തീരെ പൊടിക്കൊച്ചൊന്നല്ല, സ്വന്തം കാര്യങ്ങൾ എനിക്ക് നോക്കാൻ അറിയാം. വെറുതെ ഇരുന്നിട്ട്. നീ തീരെ പൊടിക്കൊച്ചല്ലടാ, അതാണ് എൻ്റെ ടെൻഷൻ. എടാ ഈ ഗ്യാങ്ങോറ്റൊക്കെ ചുറ്റിയടിച്ച് കിടക്കുമ്പോഴേ കൂട്ടത്തിൽ വരുന്ന യാവന് ഒരുത്തരക്ക് നല്ല ഓഫർ ചെയ്യും. ഓഫർ പലതുണ്ടല്ലോ, നീ അങ്ങ് ഏറ്റെടുത്തൊക്കെ സ്വീകരിക്കും. പിന്നെ നീ പോയടാ, പിന്നെ കൈവിട്ടോ, പിന്നെ നിന്നെ നമുക്ക് തിരിച്ചു കിട്ടൂല. അച്ഛാ നിർത്തിച്ചാ. എന്തോന്ന് ഓഫർ? ഞാൻ അവന്മാർ ഓഫർ അങ്ങ് തരും അത്ര, ഞാൻ അങ്ങ് സ്വീകരിക്കും അത്ര. അച്ഛൻ മണ്ടത്തരം പറയുന്നത് പോച്ച് ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ അച്ഛൻ ഇങ്ങനെ? ഇടാ പിന്നെ ഞാൻ നിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കാം, എന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കടാ. എന്റെ കാര്യത്തിൽ എനിക്ക് പണ്ടേ ടെൻഷനാണ്. എന്റെ ബാലു, നീ അതും പറഞ്ഞ് നിങ്ങൾ അച്ഛനും മോനെ തല്ലുപിടിക്കല്ലേ? അത് വിട്, അവൻ വന്നോളൂ കറക്റ്റ് ടൈമിൽ. നീ നോക്കിയോ, എന്റെ ചെറുക്കിന് എന്തെങ്കിലും സംഭവിച്ചാ ഈടി നിനക്കായിരിക്കും. എന്റെ അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ചേട്ടൻ പോയി കഴിഞ്ഞാൽ പോയ പോലെ തന്നെ തിരിച്ചു വന്നോളും. എന്റെ പൊന്നു മക്കളെ, ഇതൊരു അപ്പാവി ചെറുക്കനാണ്, പാവപ്പെട്ട ചെറുക്കനാണ്. ഇവനെ ചതിക്കാൻ വേണ്ടി കൂടെ വയ്ക്കുന്നതിന് ഒരുപാട് പേരുണ്ടാവും. ഇവൻ ചെന്ന് വിടുകയും ചെയ്യുമല്ലേ? അച്ഛാ, ഏത് ചതിയും തിരിച്ചറിഞ്ഞ് ചോട് വെച്ച് തിരിച്ചു വെട്ടി ഒഴിഞ്ഞു മാറി തിരിച്ചു വെട്ടാൻ മുടിയൻ ചേട്ടനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. കാരണം എന്താ അറിയൂ? ശൂലംകൊടി, കൊളത്തറ ശൂലംകൊടി വീട്ടിലെ ബാലേന്ദ്രൻ തമ്പിയുടെ മോനാണ്. സ്വന്തം തന്നേരെ പറയാൻ വേണ്ടി എത്ര സമയം എടുത്ത് നോക്കി. കുഴപ്പമില്ല ഓടാ, കുഴപ്പമില്ല. എന്തായാലും അവൻ എനിക്ക് വേണ്ടി പറഞ്ഞല്ല, അങ്ങനെ പറഞ്ഞോടാ. അതെ, ലേറ്റ് ആയി, ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഓഫീസിൽ പോട്ടെ. ബൈ ബൈ ബൈ. എൻ്റെ ദൈവമേ, ചെറുക്ക് രാത്രി എവിടെ പോകണം, ആരുടെ പോകണം, എനിക്ക് ടെൻഷനാണ് നീരുവേ. അത് വയസ്സായിട്ടാണ്. ആകടി വയസ്സ് ഞാനേ ഓഫീസിൽ ഒരു മിനിറ്റ് ഇതിങ്ങനെ വെച്ചോളൂ, ഇങ്ങനെ ഇരിക്കട്ടെ. കണ്ടു പഠിക്കല്ലേടേ, സമയത്ത് നേരത്തെ വീട്ടുകാർ വരണം. ഓ കിളുത്ത് തുടങ്ങിയേ ഉള്ളൂ.